അപ്പൊ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരംഭിക്കണേ. അല്ല, ആരംഭിച്ചിട്ട് കുറച്ച് നേരമായി. അപ്പൊ ഇന്ന് ഇഡ്ഡലി ദിവസമാണ്. ഇഡ്ഡലി ദിവസമല്ല, മിക്ക ദിവസം ഇഡ്ഡലി ദിവസമാണല്ലോ. കുറച്ച് ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് 2 ദിവസം മിസ്സായി. 2 ദിവസം മിസ്സിംഗ് ആണ്. അപ്പൊ എന്താണ് പറയാൻ വന്നേ? ഇന്ന് ഇഡ്ഡലി ദിവസമാണെന്നാണ് പറയാൻ വരുന്നത്. അല്ല, ഇന്ന് സിജി ചേച്ചി പിള്ളേരെല്ലാവരും നമ്മുടെ വീട്ടില് വെക്കേഷൻ ആയിട്ട് താമസിക്കാനാണ്. അപ്പൊ എന്താ പറയാ, എന്നിട്ട് പറയണ്ടേ, സിജി ചേച്ചി വീട്ടിൽ വരാം. അതെ, അപ്പൊ ഇഡ്ഡലി അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കണേ. അല്ലല്ല, അവരിപ്പത്തില്ല. ചേച്ചിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വേണം. ചേച്ചിക്ക് എന്തെങ്കിലും തലയ്ക്ക് പ്രശ്നം? തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കേക്കണ്ട. കാലിനെന്തോ വയ്യാണ്ടിരിക്കായിരുന്നല്ലോ, പ്ലാസ്റ്റർ ഊരി. എന്നാലും ഇന്നിപ്പോ ഡോക്ടറെ കണ്ട ദിവസം. അപ്പൊ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് വരും. അപ്പൊ അതിനു മുമ്പ് എനിക്ക് കുക്ക് ചെയ്യണം. അപ്പൊ ഇറച്ചി മേടിച്ചിട്ടുണ്ട്. സന്ധ്യാനം പള്ളിയിൽ പോയി വന്നപ്പോ ഇറച്ചി മേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മേനെ കുളിപ്പിക്കണം. എനിക്ക് ഇവിടെ വന്ന് കുറച്ച് പണികളുണ്ട്. എന്നിട്ട് നമ്മുടെ കറിയും കൂടി വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അവര് വന്നേക്കാൻ മുമ്പ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം. കുറച്ച് ദിവസമായി തുടച്ചിട്ട്. ഇന്നലെ തുടങ്ങിയാന്ന് വിചാരിച്ചു, മിഞ്ഞാൻ തുടങ്ങിയാന്ന് വിചാരിച്ചു. ദിവസം പോയി ഇന്നെത്തി. സാറില്ല, പെട്ടെന്ന് തുടങ്ങിയ. മിടുവിന്റെ കൈ പൊള്ളി വിവരം ഞാൻ വ്യസന സമയത്ത് അറിയിച്ചു. അത് 3 ലൈൻ ഇഡ്ഡലി പാത്രത്തിന്റെ ആ ലൈൻ കറക്റ്റ് കൈമ പറഞ്ഞു. നോക്കാണ്ട് എനിക്ക് 3 വരെ ഇടി കുഴപ്പമില്ല, ഒരു ഡിസൈൻ ആയിട്ട് തോന്നും. ഭയങ്കര ഡിസൈനാ, കളർ വരുമ്പോ. ഞാന് അപ്പൊ തന്നെ തണുത്ത് നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചു. പക്ഷെ അങ്ങോട്ട് ശരിയായില്ല. ഈ ചായ ഇപ്പൊ ചൂടാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഇഡ്ഡലി റെഡി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കിളികളുടെ സൗണ്ട് കേട്ടപ്പോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടെന്നാണ് ഈ കിളികൾ പുറത്തേക്ക് പോകണല്ലോ. പുറത്തേക്ക് പോയിപ്പോ ഞാനിത് ഇഡ്ഡലി ഇങ്ങനെ വെച്ചില്ലേ, അതിന്റെ സൗണ്ട് തന്നെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട്. ഇതിന്റെ സൗണ്ട് പിന്നെ ഞാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയിട്ട് കേൾപ്പിച്ചു നോക്കട്ടെ. നമ്മുടെ ഈ ജനലുമ്മ കൊത്തണൊരു കിളിയില്ലേ, അതാണ് മെയിനായിട്ടുള്ള കിളി. മറ്റേ കിളികളും ഉണ്ട്, പക്ഷെ സൗണ്ട് അതിൻ്റെ അല്ല. കേട്ടാ നമ്മൾ മിണ്ടിയവരും മിണ്ടില്ല. ഇപ്പം കിളികൾ ഇവിടെയല്ല, അന്ന് ഈ മാവിൻ്റെ മുകളിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പം അവിടെ എവിടെയാണ്ട് ഇരിക്കണേ. രസമാണ്, നല്ല സൗണ്ടാണ്, നല്ല ഇങ്ങനെ അത് ചില നേരത്തെ അവരുടെ കൂട്ടായിട്ട് വരും. കൂട്ടായിട്ട് വന്ന് ഇവിടെ മതിലുമേയും ഇവിടേക്ക് ഇരിക്കും. അവരുടെ തല്ലു പിടിക്കുന്നതാണ്, പക്ഷെ ആ സൗണ്ട് ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ, അതിൻ്റെ തുടക്കത്തിൽ കേൾക്കാം. എൻ്റെ അക്വേറിയം ഇവിടെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ് ഈസ് കംപ്ലൈൻറ്റ്. അതായത് ഈ മറ്റേ നമ്മുടെ ഈ ക്ലീൻ ചെയ്യണ ഇതുപോലും മൈക്ക് ക്ലീൻ ആവാനൊക്കെ ചീത്തയായി തുടങ്ങി. അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ വരും. ഇത് വന്നു കഴിയുമ്പോൾ ഇതിനെ സെറ്റ് ചെയ്തിലത്തെ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളമൊക്കെ നിറയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പാവം മീനുകൾ. അപ്പോൾ കിളിയുടെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ എല്ലാവരും കിളിയുടെ ശബ്ദം കേൾപ്പിച്ചു. ചായ റെഡിയാണ്. ഇത് വെന്തുകൊണ്ടിരിക്കുന്നു. വേറെ കപ്പ് മേടിച്ചായിരുന്നില്ലേ? ഇത് നമ്മള് മറ്റേ നെസ്കപ്പ് മേടിച്ചപ്പോ ഇതിന്റെ കൂടെ കിട്ടിയതാ 2 പ്രാവശ്യം. കൊറേ പേര് ചോദിച്ചായിരുന്നു ഈ കപ്പ് കിട്ടുമെന്ന്. കപ്പ് ഓൺലൈനിൽ കിട്ടായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ കപ്പ് ഇങ്ങനെ മേടിച്ചിട്ട് നെസ്കഫെ ബ്രാൻഡ് ചെയ്താൽ മതി. കട്ടി ഉണ്ടാവില്ലല്ലോ. അതൊന്നുമില്ല, കപ്പൊക്കെ കിട്ടും. ഇതേ ഷേപ്പിലുള്ള കപ്പ് കിട്ടും. കപ്പിന്റെ മുകളിൽ നെസ്കഫെ ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തടിച്ചു. അതല്ല, ആമസോണിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയല്ലേ ഇത് ശരിക്കും നെസ്കഫയുടെ നമ്മള് ഒറിജിനൽ അവര് തന്നെ. മറ്റേ ഗോൾഡ് ആണോ ഏതായിരുന്നു? നെസ്കഫെ ഗോൾഡ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഇതല്ലെങ്കിൽ മറ്റേ വേറൊരു കപ്പ് ഉണ്ടായിരുന്നു, ചില്ലിന്റെ കപ്പ് കിട്ടും.
പിന്നെ ഇത് നമ്മുടെ മറ്റേ എന്നിട്ടായിരുന്നു ചേട്ടാ അവരുടെ പേര് മറന്നുപോയല്ലോ. എന്ത് ഭയങ്കര മറവി. ആരുടെ പേരാ? ഓ നമ്മളന്ന് പൊടിയുടെ സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ, ഡിറ്റക്സിന്റെ അവരുടെ ചായപ്പൊടി ഉണ്ടാ, ചായല എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ്. സൂപ്പർ സാധനങ്ങളുണ്ടോ? ഞാന് റീല് ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് എന്താ അറിയില്ല. അപ്പൊ എന്തായാലും നല്ല പ്രൊഡക്റ്റുകളാണ്. നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പൊടികളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒറിജിനലിന്റെ ഒരു വ്യത്യാസമായിരിക്കാം. നമ്മൾ നോർമൽ മേടിക്കുന്നേക്കാളും നല്ലതായിട്ട് ഫീൽ ചെയ്തു. മല്ലിപ്പൊടി ഒക്കെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മുളക് പൊടി ഞാൻ യൂസ് ചെയ്തു. സൂപ്പർ ഇറച്ചി മസാല, ബീഫ് മസാല സൂപ്പർ. സാമ്പാർ എനിക്ക് തോന്നുന്നു നമ്മള് ഞാൻ പലപ്പോഴോട് പറയാറുണ്ട്, നമ്മൾ ഈ ഊട്ടുപെരുന്നാളിനൊക്കെ പോലോ അല്ലെങ്കിൽ ഇങ്ങനെ ഊട്ട് നേർച്ച ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരവിടെ നിന്ന് തരുന്ന സാമ്പാറൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ഒരിക്കലും കിട്ടണില്ല. അത് വിശന്നിട്ടിരുന്നിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മള് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പൊടികളൊക്കെയാ. മുമ്പൊക്കെ നമ്മുടെ തന്നെ പൊടികളൊക്കെ ഇട്ട് എടുക്കാറുണ്ട്. പിന്നെ എളുപ്പപ്പണിക്ക് തന്നെയാണ് ആശ്രയം. അപ്പൊ കഴിച്ച് ജീവിച്ചു പോകാൻ പറ്റണ്ടേ, അതിന് പട്ടിണിയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇവരുടെ പൊടി നല്ലതാണ് കേട്ടോ. നല്ല റിയൽ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് കിട്ടി. അതായത് നമ്മുടെ ഇറച്ചിയുടെ ആണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ വേറെ ഒന്നും യൂസ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ നോർമൽ ടേസ്റ്റ്, അതായത് പണ്ടത്തെ നാടൻ ടേസ്റ്റ്, അത് ഒറിജിനലായിട്ട് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്താണ് നീട്ടില് നീ മാത്രം നിന്നത്? ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടില്ലേ, വെറുതെ ഇങ്ങനെ നോക്കി തിന്നാതെ. സൂപ്പർ. എന്നാൽ എനിക്കൊരു പാത്രത്തിൽ വെയിറ്റ് തന്നാൽ എനിക്ക് ബാത്റൂം കഴുകാനായിട്ട് പോയിരുന്നു. ചമ്മന്തി ഒന്നും വേണ്ട, നീ തന്നാ മതി. ഒന്നൊരു പാത്രത്തിൽ പഞ്ചസാരയും കിട്ടുക, അതും പറ്റില്ല. അങ്ങനെ കഴിക്കണ്ട പഞ്ചസാര. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. മതി 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 മതി. എന്റെ പൊന്നെന്തോരാ, 3 എണ്ണം കുരക്കിലേക്ക് എത്താനില്ല. വേണോ എടുത്തോണ്ട് ആവശ്യം എടുത്തോണ്ട് വേണ്ടെങ്കിൽ നേരില്ല, ഞാൻ ബിസിയാണ്. സൂപ്പർ. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇറച്ചിക്ക് 440 രൂപയാക്കിട്ട കിലോ. മുമ്പ് 250 ഒക്കെ ആയിരുന്നു. പിന്നെ 300ആയി, 350ആയി, പിന്നെ 400ആയി. ഇപ്പോൾ ഈ ഈസ്റ്ററിന്റെ സമയമായപ്പോൾ വീണ്ടും വില കൂട്ടി 440ആയി. കറക്റ്റ് പോത്തൊന്നായിരിക്കൊന്നുമില്ല, മീൻസ് നോർമൽ. അതിപ്പോൾ ഇപ്പോഴെന്നല്ല, കുറേ നാട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. മൂരി ഉണ്ടാവും, അത് ഇതൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിങ്ങളുടെ അവിടെ എന്താ വില വെച്ചാൽ പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിരുന്നു, എനിക്ക് മലപ്പുറം ആണോ എന്ന് സംശയമുണ്ട്. 250 രൂപയ്ക്ക് പോത്തിന്റെ ഇറച്ചി കിട്ടുന്നു പറഞ്ഞു. അപ്പൊ അതുപോലെ ആടായാലും ഇവിടെ ആടിന് ഇപ്പൊ 900 രൂപ, മുമ്പ് 600 രൂപ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ 900 രൂപ. ആട് നമ്മൾ എപ്പോഴും മേടിക്കുന്നില്ല, ഭയങ്കര വിലയല്ലേ. വല്ലപ്പോഴെങ്കിലും മേടിക്കും, വല്ലപ്പോഴും എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ 2 ആഴ്ചക്ക് നമ്മൾ മേടിക്കാറുള്ളൂ. അപ്പൊ ആടിനും 1.5 കിലോ മേടിക്കാനുണ്ട്, ആട് മേടിച്ചൂടെ? 2 കിലോ മേടിക്കുന്നേരം കൊണ്ട് 1 കിലോ കിട്ടണം. പക്ഷെ ആടിന്റെ എന്തും വെട്ടിമുറിച്ച് നമുക്ക് തിന്നാൽ ആരോഗ്യമെന്ന് പറയണം. പക്ഷെ ആട്ടിറച്ചി ഞാൻ മലപ്പുറമാണോ പാലക്കാടാണോ എവിടെയാണോ അവിടെ ഞാൻ കണ്ടത് ഇതേപോലെ തന്നെ 500 രൂപയോ അത്ര ഉള്ളൂ, ചെറിയ വിലയുള്ളൂ. പിന്നീട് അവിടെ ആടിന് വില ഉണ്ടായിരുന്നു, അവിടെ ആടിന് വില ഉണ്ടായി. എല്ലാത്തിനും വില കൂട്ടിയതാണ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാന്ന് പറയണേ? അത് നിങ്ങളുടെ അടുത്ത റേറ്റ് ഒന്ന് കമ്മി ചെയ്തോ. ഒരേ റേറ്റ് ആയിരിക്കണം. എന്നാലും ഇത്രയും വില ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇറച്ചിക്ക് 440 നിങ്ങളുടെ അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഞാൻ ബാത്റൂം കഴുകാൻ പോയിക്കോട്ടെ. ഞാൻ തുണി കരിച്ചേർട്ടെ. യെസ്. അപ്പൊ ഇനി ബാത്റൂം കഴുകാം. ബാത്റൂം കഴുകാൻ എന്റെ കൂടെ പോരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പോരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചോദിക്കാം, പാത്രം കഴുകാൻ പോരുന്നുണ്ടോ? ഞാൻ വരാറില്ലേ മിടു? ഇല്ല. ഞാൻ വരാറുണ്ട് മിടു. ഉണ്ട്. സത്യസന്ധമായിട്ടാണ് പറ. ഞാൻ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പൊ വരാറേ ഇല്ല. നമ്മുടെ വീട്ടിലായിരുന്നപ്പോ
ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട് തന്നെയാണ്. എന്നാലും ഞാൻ തിരക്കിൽ പെട്ടു പോയോണ്ടല്ലേ ആയിരിക്കാം. എന്നാലും ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ? ഞാൻ തിന്ന പാത്രം ഞാൻ കഴുകിയൊക്കെ വെച്ച് പോവാറില്ലേ? വല്ലപ്പോഴും ഒരു ദിവസം. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നോണ പറയരുത്. ഞാൻ എന്നാലും ഹെൽപ്പ് ചെയ്യാറില്ലേ? എന്തായാലും ഒരു വർഷത്തില് 5 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ശരി, പോയിട്ട് വാ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് സമയമുള്ളപ്പോൾ ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കാരണം പാത്രം കഴുകാൻ നോക്കുമ്പോൾ സോപ്പ് ലിക്വിഡ് കാണില്ല. സോപ്പ് ലിക്വിഡ് കണ്ട സോപ്പ് ലിക്വിഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടാവില്ല. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ, ഇതിന്റെ ഉള്ളിൽ കുറെ പാത്രം നിറഞ്ഞു കിടക്കണ്ടോ, അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ സമ്മതിക്കില്ല. ഇവിടെ എന്റെ കുറ്റം പറഞ്ഞു, ഞാൻ കുറ്റം പറയും. ഞാൻ മാന്യമായി ഇവിടെ കുറ്റം പറയണം. അവിടെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കാറില്ല. ലിക്വിഡ് ഇവിടെ കണ്ടില്ലെങ്കിൽ അതിന്റെ അടിയിലുണ്ടോ? എനിക്ക് എല്ലാവരും ഒരു സ്ഥലത്ത് കാണണം. എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയല്ല, അത് ഇന്ന് വെക്കണ സ്ഥലത്ത് പിറ്റേ ദിവസം ഉണ്ടാവണം. അതെന്റെ ഒരു. പിന്നെ തുണി തുടയ്ക്കാനുള്ള തുണി, അല്ലെങ്കിൽ ഒരു പാത്രം പിടിക്കാനുള്ള തുണി ഇപ്പോഴും ഇല്ലല്ലേ? കണ്ട ദൈവം തെളിയിച്ചു തന്നു എന്റെ ഉള്ളിൽ. അങ്ങനെയല്ല വീട്, നമ്മൾ കിച്ചൺ ആകുമ്പോൾ എപ്പോഴും ടവൽ ആവശ്യമാണ്. നമുക്ക് കഴുകുമ്പോ വേറൊരു ടവലോട് ആവശ്യം. എനിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാൻ അവിടെ കണ്ട നോടുത്ത പോയത്, അതുകൊണ്ട് ഞാൻ കയറാത്തപ്പോ അത് അപ്പുറത്ത് പോയി നിർത്താൻ പോരെ. അമ്മാരും വീട് എനിക്ക് എന്തോ ഒരു ചേട്ടനല്ലേ ഇങ്ങോട്ട് ചോദിച്ചു വന്നോട്. ജോസഫ് ഡോക്ടറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ നിൽക്കണോക്കെ കണ്ണാടൊക്കെ വെച്ച് ഇറങ്ങിയേക്കാ. ഏണാവോ ഒറിജിനൽ ആണല്ലേ? ജോസഫ് സാബു പുളിനാട്ട്. അപ്പൊ നമുക്ക് ബാത്റൂം കഴുകിയിട്ട് കാണാം. മേലൊക്കെ ഇങ്ങനെ അനങ്ങട്ടെ. ചേട്ടന്റെ വരയ്ക്കണ രീതി കണ്ട് നോക്കിയതാ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിനി വീട്ടിലേക്ക് പോവാം. അവിടെ ഒരു കായക്കൊല വെട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കായക്കൊലനെ വെട്ടിക്കൊണ്ടിരണം. പിന്നെ എന്നിട്ടാ അതൊക്കെ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കിളിയുടെ ശബ്ദം എന്ന്, നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ കിളിയുടെ സൗണ്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് കറക്റ്റ് കിളികൾ ഇതേപോലെ ഒച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ചില കണ്ടീഷനിൽ ചില വ്യൂവിലൊക്കെ നമ്മൾ കിളിയുടെ സൗണ്ടൊക്കെ 1-2 പ്രാവശ്യം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ കോഴികൾക്ക് ഒരു ഇത്തിരി തീറ്റ കൊടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുള്ളൂല്ലോ. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ കുറച്ച് തീറ്റിട്ട് കൊടുത്തു. ഇനി നമുക്ക് കായക്കൊല വെട്ടാൻ പോകാം. എനിക്കവിടെ നമ്മുടെ ലാസ്റ്റത്തെ കായക്കൊലയെന്ന് തോന്നേ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച കായക്കൊലയിൽ ചക്കേ ഞാൻ വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ച കായക്കൊലകളിൽ ഇല്ല അവസാനത്തെ നേന്ത്രവാഴക്കൊല നമ്മൾ വെട്ടാൻ പോണേന്ന് തോന്നുന്നു. ഇവിടേക്കായിരുന്നു നമ്മൾ വാഴ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ലാസ്റ്റ് ബാക്കി വന്ന് നമ്മുടെ കപ്പങ്ങ അവിടെ നിൽക്കണം. പഴുക്കുമാവും ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ കൊല വെട്ടാനായി നമ്മുടെ വാഴയുടെ അടുത്തേക്ക്. ലാസ്റ്റത്തെ കൊലയല്ല, ഇവിടെയുണ്ട് ഒരു കൊല. ഓ മൈ ഗോഡ്, ഇത് ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു കൊലയുണ്ട്. അപ്പോൾ ലാസ്റ്റ് അല്ല കേട്ടോ, കപ്പങ്ങനെ തട്ടിയിടണം. ഇവിടെ ഒരു വാഴ ഒടിഞ്ഞു കിടക്കണം. നമ്മുടെ കൊല നിൽക്കുന്നത് അങ്ങ് ദൂരെയാണ്. അതിൻ്റെ അടുത്തേക്ക് പോവാം. പാമ്പുണ്ടോ ആവും. ഇതാണ് നമ്മുടെ കൊല. കണ്ടോ? ഇതാണ്ടോ നമ്മുടെ കൊല. ചെറിയ കൊലയാണ്. എന്തായാലും വളമിട്ട് കൊടുത്തിട്ടില്ല. കോഴിക്കാടൻ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക്. വേറെ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ വാഴക്കൊല ഇവിടെ സെറ്റായി. അതിന് നേരെ വീട്ടിക്ക്. ശരിക്കും പറഞ്ഞാൽ കായ ഒരു 2 ആഴ്ച കൂടി നിന്നെങ്കിണ്ടല്ലോ നന്നായിട്ട് മൂത്ത് കിട്ടിയായിരുന്നു. അതിൻ്റെ സൈഡിൽ വെണ്ടക്കായ ഞാൻ കോവയ്ക്ക് മേടിച്ചു. അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടും ഇങ്ങനെ വളഞ്ഞ് ഒടിയാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനോട് വെട്ടിയെടുത്താൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഫുള്ള് മൂപ്പിലിക്കേണ്ട എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇഡ്ഡലി കഴിക്കുന്ന സമയമായി. ഞങ്ങളുടെ മീൻസ് സ്റ്റീവിൻ്റെയും ഗ്രേസിൻ്റെയും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നേരത്തെ പറഞ്ഞ പോലെ എന്തി ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പഞ്ചസാരയും ഇഡ്ഡലിയും. വേഗം കഴിക്കി. ആക്ച്വലി ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് വിടൂ. പക്ഷേ ഈ ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും സമയം ലേറ്റ് ആവും. 10-11 മണിയാകുമ്പോഴേക്കും നമ്മുടെ സമയമാകുമ്പോൾ പരിപാടി തീർത്ത് ഫ്രീ ആവണ്ടേ. അപ്പം ഇന്നെല്ലാവരും പഞ്ചസാരയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. വേണം തരാട്ടോ കൊച്ചിന്. നീ ഇങ്ങനെ കുറേ കളർ വാഎടുത്ത് വെച്ചാലേ ഇതൊക്കെ ക്ലിയർ ആക്കി പെയിന്റ് അടിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോടങ്ങി. ആ വേണ്ടേ? നമുക്ക് ലിജാൻ്റെയോട് പറയാം കേട്ടോ. വേണ്ടാന്ന് പറയാം. ലിജാൻ്റെയോട് നമുക്ക് വരുമ്പോൾ പറയാം. ലിജാൻ്റെയോട് നീ വരുമ്പോൾ പറഞ്ഞാൽ ഞാൻ വരച്ചതാ ലിജി ആൻറ്റി. ഓ കൊച്ചു വരച്ചോ കേട്ടോ. ഗ്രേസ് സ്റ്റീവിന്റെ ഷൂസ് ഇട്ടിച്ചില്ല. മുഖത്തിടാണോന്നല്ല, കൊച്ചിന് ചെരുപ്പിട്ട് ഹെൽപ്പ് ചെയ്തേ ഗ്രേസ്. അവൻ ഓപ്പോസിറ്റ് ഇടണേ. മുഖത്ത് തന്നതല്ല, സ്മെല്ല. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ ഇടാൻ? ഒന്ന് ബാഗ് ഇട്. ഓ ഭയങ്കര സ്ലോ ആ. ഗ്രേസിന്റെ അടുത്തില്ലേ? ഓക്കെ ബൈ. ഉച്ചമ്മ വരാട്ടാ. അവന്റെ ബാഗും താങ്ക് യു. അപ്പൊ അങ്ങനെ സ്റ്റീവും ഗ്രേസും ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. മെസ്സേജ് ഉണ്ടോ? അപ്പൊ പോയിക്കോട്ടെ. ടാറ്റാ. ഗുഡ് ബോയും ഗുഡ് ഗേൾ ആയിട്ട് ഇരുന്നോളൂ. ചെരുപ്പിടുത്ത് അവിടെ കൊണ്ട് വെച്ചേ. ആ അപ്പം അങ്ങനെ സ്റ്റീവനും ഗ്രേസിൻ്റെയും മിടുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചെത്തിയിട്ടോ. കടന്ന് കുറച്ച് ആൾ മേടിക്കേണ്ടായിരുന്നു, ഒക്കെ മേടിച്ചു. ഇന്നും കോവയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് പാളയംപറമ്പിൽ നല്ല നീളം കോവയ്ക്ക ഒന്ന് മേടിച്ചിട്ട് കണ്ടാ. സാധാരണ ഉണ്ടയാണ് കാണാറ്, പക്ഷെ നീളം നല്ല രസം. മുറിച്ചിങ്ങനെ കീറിങ്ങനെ ഇട്ടാ കാണാനായിട്ട്. ആ നീളനല്ലേ രസം. രസം നീളനാണ് കേട്ടോ. ഉണ്ടേനേക്കാളും എനിക്ക് ഇഷ്ടം ഇതേപോലത്തെയാ. ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഉണ്ട എന്തോ അമ്മയുടെ ഇങ്ങനെ കിടന്ന് തിരക്കിൽ കിടന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എൻ്റെ ഹെൽപ്പ് എന്താ വേണ്ടത് മിടു?
എനിക്ക് ഒരു സവോളൊക്കെ നന്നാക്കി തന്നെ വെക്കു പറയും, ഞാൻ ചെയ്യില്ല. ഇതിപ്പോ ഞാൻ ഇതിലേക്കുള്ള സർലാസിനുള്ള സവോള എത്ര സവോള വേണം? ഏത് സൈസ്? ഓ ഞാൻ എടുത്ത് കാണിച്ചു കട്ട് ചെയ്തെന്ന്. ഇപ്പൊ ഞാൻ സവോള നന്നാക്കട്ടെ. ഒരു കുഴപ്പമുണ്ടായില്ല, ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. പക്ഷെ മാനുവലിനോടെ കണ്ടില്ല. ആ മറ്റേ സമ്മർ ക്യാമ്പിന് അവിടെ സൈഡിൽ ഉണ്ട് മുകളിൽ മറ്റേ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടായിരുന്ന എന്താ മുള വട്ടത്തിൽ കട്ട് ചെയ്യണോ? 3 മുളക് എടുക്കണോ? 3 മുളക് ഒരെണ്ണം സർലാസിന് എരിവുണ്ടാവും. മതി, കാരണം ഇറച്ചിക്ക് എരിവുണ്ട്, എല്ലാത്തിനും എരിവായി രസമല്ലേ. അതിന്റെ ഇറച്ചിക്കറി റെഡി. 2 വേണ്ട. ഇത് നീളത്തിൽ പൊളിച്ചിടണോ? അത് മറ്റേ സാധനത്തിലിട്ട് ഇടിക്കണോ? നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ കോവയ്ക്കും പച്ചമുളകും ഒക്കെ ഒരുമിച്ചിട്ടാണേ. പച്ചമുളകല്ലേ മുറിച്ചിട്ട് കൊണ്ടുകൂടെ? അയ്യോ കറി റെഡിയാ? അതെ റെഡി. വേപ്പിലിട്ടില്ല, ഫുൾ കൊടുക്കണല്ലേ? കോവയ്ക്ക് ഫുൾ കൊടുക്കണല്ലേ? ഇറച്ചി നോക്കാം. അല്ലെങ്കിൽ നെയ്യ് നിറയെ കിട്ടൂട്ടാ. ഇന്ന് നെയ്യ് ഇല്ലാന്ന് തോന്നുന്നു. നെയ്യ് ചെറുതായിട്ട് വേണം. ചെറുതായിട്ട് ആ നെയ്യ് ഉണ്ടായാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നടക്കാണൊന്നുമില്ല, പോണം. കോവയ്ക്കാ പച്ചയല്ലേ? പുറത്ത് വെച്ചല്ലേ? പക്ഷെ മമ്മ വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് സൂപ്പർ കോവയ്ക്കായിരുന്നു. സൂപ്പർ മൂട് സൂപ്പർ. ഇപ്പൊ എടുത്ത് വേണ്ടല്ലോ, അടിപൊളി. വേഗം ഇതിലിച്ചിരി ഉപ്പിട്ടിട്ട് നല്ലോണം കൂട്ടി തരുന്നു. വേഗം വേപ്പില എടുത്തിട്ടില്ലേ? എടുത്തിട്ടാണോ? ബീഫും ഇറച്ചിയൊന്നും പാത്രമൊന്നും കഴുകണം. ഞാൻ കഴിക്കോളാം. ടൈമിന് റെഡിയായിട്ട് കുളിച്ചിട്ട് വേപ്പില പൊടിച്ചിട്ട് വേപ്പില പൊട്ടിച്ച് മുകളിലേക്ക് ആയി. അടിയിലൊന്നും ഇല്ല.
മീൻ ടാങ്ക് കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ എനിക്ക് പഴുത്തായിട്ട് തോന്നിയില്ല. എന്നാലും അങ്ങനെ മഞ്ഞ കളറായിട്ടില്ലല്ലോ. ചവറല്ലാത്ത രീതിയിൽ അതില് ഇട്ടോട്ടാ. മുകളിലേക്ക് വെറുതെ ഇട്ടോ. കീറിയിടണോ? തിരുമ്മിട്ടോ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ കോവയ്ക്കുണ്ടാകലും വൈകുന്നേരത്തേക്ക് ആക്കി കൂടാது. ഇത് മാത്രമായിട്ട് എങ്ങനെയാ സഗ്ലാസ് മതിയാ? എന്റെ മിടു വൈകുന്നേരം ഉണ്ടാക്കിയാ മതിയാ? ഇതൊക്കെ പഴുത്തതോ നീ? ഇപ്പൊ വൈകുന്നേരം ഉണ്ടാക്കിയാലേ പഴുപ്പിഞ്ഞിട്ടുണ്ടാവുള്ളൂ. വേഗം പാത്രം കഴുകി റെഡിയാവാം. അപ്പൊ സമയത്തിന് പോയി കൂടെ. ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുമ്പോ എന്തായാലും ഒരു 1/2 മണിക്കൂർ എടുക്കില്ല മൊത്തം. ഇത് വേപ്പിലിട്ടിട്ട് ഇളക്കി വെക്കണോ? ഇത് മിക്സ് ചെയ്തോട്ടെ? ഉപ്പിടണോ? ഉപ്പിടണ്ടേ? തുണിയെവിടെ? ഒന്ന് തുടയ്ക്കാനായിട്ട് സ്പൂണൊക്കെ ഒന്ന് നനഞ്ഞേമേ. ഇനി നമ്മൾ ഇവനോട് ശരിയാക്കും. ഇങ്ങോട്ട് വടക്കാം നോക്കിക്കോ. നീ ഇവനെ അങ്ങോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പച്ചമുളക് വേണമായിരുന്നു. എരിവിൻ്റെ ഒരു മണം വന്നില്ല. എരിവില്ല. വേപ്പിലയുടെയും വേപ്പിലയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷെ ആ മുളകിന് എരിവുണ്ടെങ്കിൽ ആ എരിവിൻ്റെ ഒരു സ്മെല്ല് കിട്ടും. ഇല്ലേ? ശരിയല്ലേ? ഇറച്ചിക്ക് നല്ലതുണ്ട് പറഞ്ഞിട്ട് വേറെ കറിക്ക് എന്റെ ഇഷ്ടമല്ല ശരിക്കും. ഒരു പിള്ളേർക്ക് ഇഷ്ടാവില്ല അത്ര എരിവൊന്നും. പച്ചമുളക് ഇടുന്ന ശരിക്കും എരിവിന് വേണ്ടി അല്ല, അത്ര എരിവ് വേണ്ടെന്ന് ജസ്റ്റ് ഒരു ഫ്ലേവർ മതി. കാരണം ഓൾറെഡി ഇറച്ചിയിൽ നല്ല എരിവുണ്ട്. എല്ലാം കൂടി എരിഞ്ഞുള്ള എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞോളൂ. സർലാസിന് എരിവ് വേണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇറച്ചിക്ക് മീനും എരിവ് വേണോ? എരിവ് വേണം. പക്ഷെ ഇപ്പൊ ഓൾറെഡി ആ കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ ചോറും പിന്നെ അതും കൂടി എരിവായി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ലൈറ്റായിട്ട് എരിവില് ആ തൈര് നല്ല കട്ട തൈര് നല്ല ടേസ്റ്റ്. അതായത് ഇപ്പോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണോ. പിള്ളേർക്കൊന്നും അങ്ങനെ അത്ര പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. പിള്ളേരൊക്കെ തിന്നിട്ട് ഇരുന്ന് പഠിക്കട്ടെ. അങ്ങോട്ട് ഇറച്ചിയിൽ എരിവ് കൂടുതലൊന്നും പറഞ്ഞ സർലാസിൽ എരിവ് കുറച്ച് അങ്ങനെ ശരിയാവണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കട്ടയായിട്ടുള്ള ആവശ്യത്തിന് എരിവ് തൈരിട്ട് മിക്സ് ചെയ്യും. തൈര് ഫ്രിഡ്ജിലുണ്ട്. ഞാനിപ്പോ മേടിച്ചോളൂ തൈരാ. ഫുള്ളിടണോ അതില്? പിന്നെ തൈര് അതിൻ്റെ ഉള്ളിൽ വെക്കണേ. തൈര് അതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിലുണ്ട്. എടുത്തോണ്ട് ഫ്രിഡ്ജിലിരിക്കാൻ വെച്ചോളാം. മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെക്കണം. സ്പൂൺ വേണം.
വെള്ളം ഒഴിക്കണോ? വെള്ളം വെള്ളം പോലെ ആയിപ്പോലെ. വെള്ളം പോലെ ആയിപ്പോലെ. കരണ്ട് പോയി. കരണ്ട് പോയി. ഫ്രണ്ടിൽ ഒരു സൈഡ് ചെയ്ത് ഒരു സൈഡ് ചെയ്തിട്ടില്ല. ഇൻവെർട്ടറിൽ ചെയ്യണോ? അപ്പോൾ ദേ ഇനി ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. വേഗം റെഡി ആവട്ടെ ഏട്ടാ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അതന്നെ നേരത്തെ ഞങ്ങൾ ചോദിച്ചതിനുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു പറയാം. എന്നാലും നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അതന്നെ നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത് ബാക്കി വിശേഷങ്ങൾ പോണതും ബാക്കി എല്ലാ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ചേട്ടൻ ബൈ പറയണ്ട. ഓക്കെ ബൈ.